പത്തനംതിട്ടയിൽ നേരത്തെ ആന്റണിയും തോമസ് ഐസക്കും നമ്മളോട് വന്ന ആത്മവിശ്വാസം രേഖപ്പെടുത്തിയിരുന്നു. ആ ആത്മവിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട കണക്ക് പ്രേക്ഷകർക്ക് ഈ ഡാറ്റാ ബോർഡിൽ കാണുന്നത് പോലെ ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങളാണ് അവിടെ ഭൂരിപക്ഷവും. അതിൽ തന്നെ ക്രിസ്ത്യൻ സമുദായം 39% ഒരു മണ്ഡലമാണ്. ഈ 39% എന്നുള്ളത് ചെറിയ കണക്കല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആരാണ് ഈ 39% പുറത്ത് ആധിപത്യം ഉണ്ടാക്കുന്നത്? സ്വാഭാവികമായും അവർക്കനുകൂലമായി പത്തനംതിട്ട നിൽക്കുന്നു എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഡിസിസീവായ നിർണായകമായ 39% ക്രിസ്ത്യൻ വോട്ടുകളാണ് പത്തനംതിട്ടയെ ശ്രദ്ധേയമാക്കി മാറ്റുന്നത്. ഇനി പത്തനംതിട്ടയിലെ കഴിഞ്ഞ പോളിംഗ് പെർസെൻറ്റേജിലേക്ക് എത്തിയാൽ വളരെ കൗതുകകരമായ ഒരു കാര്യമുള്ളത് 3 മുന്നണികളുടെ കാര്യത്തിലുമുള്ള വോട്ട് പെർസെൻറ്റേജിൽ 2 മുന്നണികൾക്കും തുടർച്ചയായിട്ട് ഡിപ്പ് സംഭവിക്കുകയും BJP മാത്രം ഗെയിൻ ചെയ്യുന്നതായിട്ട് കാണാം. പത്തനംതിട്ടയിൽ 2014 15% ഉണ്ടായിരുന്ന വോട്ട് പെർസെൻറ്റേജ്, MT രമേശാണ് 2014 മത്സരിക്കുന്നത്. K സുരേന്ദ്രൻ എത്തുന്നതോടുകൂടി 13% വർധനവാണ് ഉണ്ടാവുന്നത്. 13%. അനന്തഗോപൻ മത്സരിക്കുന്ന 2009 37% ഉണ്ടായിരുന്ന LDFിൻ്റെ വോട്ട് പെർസെൻറ്റേജ് 2014 ആകുമ്പോഴേക്കും 34% ചുരുങ്ങുന്നു എന്നത് കാണാം. 3% ഡിക്ലൈൻ ഉണ്ടാകുന്നു. അതായത് UPA 2വിൻ്റെ സമയത്ത് തന്നെ LDFിൽ 3% ഡിക്ലൈൻ. അതേസമയം ഓർമ്മിക്കണം, BJPയുടെ ഗ്രോത്ത് രേഖപ്പെടുത്തുന്ന വർഷങ്ങളിൽ ഏറ്റവും ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് UDFിനാണ്. 51% ഉണ്ടായിരുന്ന UDFിൻ്റെ 2004 UP 1 വരുമ്പോൾ 51% കൂടി അധിക പാർലമെന്റിലേക്ക് പോയ ആന്റണി രണ്ടാമത് മത്സരിക്കുമ്പോൾ 10% ഡിക്ലൈനാണ്. അതൊരു ഹ്യൂജ് ലോസാണ്. 10% ഡിക്ലൈൻ. നോക്കൂ, അതിൻ്റെ ആനുകൂല്യം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? BJPക്കാരന് ഡെഫിനറ്റ്ലി 7% നിന്ന് 15% വർദ്ധിക്കുന്നു. 2004നും 2009നും ഇടയിൽ. 2014 ശേഷവും UDFിൻ്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ സംഭവിക്കുന്നു, ചോർച്ചയുണ്ടാവുന്നു. 41 നിന്ന് 37% മാറുന്നു. വീണ്ടും 4% ഡിക്ലൈൻ ഉണ്ടാവുന്നു. ആദ്യം 10% ഡിക്ലൈൻ, രണ്ടാമത്തെ ഘട്ടത്തിൽ 2014-19 4% ഡിക്ലൈൻ ഉണ്ടാവുന്നു. ഓർമ്മിക്കണം, ഇത് 2019 ശക്തമായി ശബരിമല ഒരു തരംഗമായി നിൽക്കുന്ന സമയത്ത്, രാഹുൽ ഗാന്ധി വരുന്ന സമയത്താണ് 4% ഡിക്ലൈൻ ആന്റണിക്ക് ഉണ്ടാവുന്നതും. ആ സമയത്താണ് 13% വർധനവ് BJP രേഖപ്പെടുത്തുന്നതും. അതേസമയം LDF 34% നിന്ന് 32%, 2% ചോർച്ച വീണ ജോർജിന് സംഭവിക്കുകയും ചെയ്തു. ഇനിയാണ് ഇതിലെ രസകരമായ കാര്യം. തുടർച്ചയായി ലോസ് രേഖപ്പെടുത്തുന്നത് LDFും UDFും ആണെങ്കിലും ആ നഷ്ടത്തിൻ്റെ കണക്ക് കൂടുതലുള്ളത് ആന്റണിക്കാണ്. എന്ന് പറഞ്ഞാൽ ആന്റണിക്കെതിരായി അവിടെ ഒരു ആൻറ്റി ഇൻകുംബൻസി 2014 ഉണ്ടായിരുന്നു. 2019 ആ ആൻറ്റി ഇൻകുംബൻസി ഉണ്ടായിരുന്നു. പക്ഷേ അത് 10% ആദ്യഘട്ടത്തിൽ ലോസിനോളം പോകാതെ സംരക്ഷിച്ചു പിടിച്ച് നിർത്തിയത് രാഹുൽ ഗാന്ധി ഫാക്ടറും ഒപ്പം സുരേന്ദ്രനിലേക്ക് പോകാത്ത ശബരിമല ഫാക്ടറുമാണ്. ഇത്തവണ ഈ 2 ഫാക്ടറും ഇല്ലെങ്കിൽ ആന്റണിയെ സംബന്ധിച്ച് ഡാറ്റാ ബോർഡിലെ കണക്ക് പ്രകാരം നിലവിൽ ഈ 37% നിന്ന് ഒരു 1% വ്യത്യാസം, 37% നിന്ന് 4% വ്യത്യാസം ഉണ്ടാവുന്ന പക്ഷം 33% അത് മാറും. ആ വോട്ടുകൾ സ്വാഭാവികമായും ഷിഫ്റ്റ് ചെയ്യുന്നത് 32%, അതായത് LDFിലേക്കാണെങ്കിൽ LDFിന് അവിടെ 33% മുകളിലേക്ക് പോകാൻ സാധിക്കും, 35% വരെ പോകാൻ സാധിക്കും. ഇതാണ് തോമസ് ഐസക്കിൻ്റെ ഫാക്ടർ. പക്ഷേ ചോദ്യം ഇതാണ്, 28% ഉണ്ടായിരുന്ന K സുരേന്ദ്രൻ്റെ വോട്ട് അതേപടി നിലനിൽക്കുമോ? That's the most important question. അതവിടെ അനിൽ ആന്റണിയുടെ കയ്യിലുള്ള 28% നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ ആ 28% നിന്ന് എത്രയാണ് UDFിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതിൽ എത്രയാണ് LDFിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അനിൽ ആന്റണി ഈസ് ദ ഫാക്ടർ. ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്താണെന്നറിയാമോ? 10% വോട്ട് കുറഞ്ഞ ഇന്ത്യയിലെ 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയധികം വലിയ ഡ്രോപ്പ് പോളിംഗ് ശതമാനത്തിലുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അത് സിറ്റിംഗ് MPക്കെതിരായിട്ടുള്ള ആൻറ്റി ഇൻകംബൻസി ആണ് എന്നാണ് LDF കരുതുന്നത്. പക്ഷേ അത് എന്നെ ബാധിക്കാൻ സാധ്യതയില്ല എന്നുള്ള ആത്മവിശ്വാസം ആന്റണി നേരത്തെ പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നേരത്തെ K സുരേന്ദ്രൻ മത്സരിച്ച് വലിയ നിലയിൽ, ഇപ്പം നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ച പോലെ 29% എന്ന് പറഞ്ഞാൽ 30% തന്നെ, 30% വോട്ട് നേടി ഒരു ത്രികോണ മത്സരത്തിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ പുതിയൊരു പരീക്ഷണം വരികയാണ്. എന്താണ് ആ പുതിയ പരീക്ഷണം? പുതിയ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അനിൽ ആന്റണിയാണ്. പത്തനംതിട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം AK ആന്റണി എന്നതൊരു വികാരമാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം AK ആന്റണി എന്നൊരു വികാരമാണ്. അവിടെ
അവിടേക്കുള്ള പാലത്തിൽ പൂർണ്ണമായും കൺസ്ട്രക്ഷൻ പൂർത്തിയായിട്ടില്ല. നമുക്കറിയാം സഭയും BJPയും തമ്മിലുള്ള പാലത്തിൻ്റെ പണി പൂർത്തിയായിട്ടില്ലെങ്കിൽ പോലും ആ നിലയിൽ അനിൽ ആൻ്റണിയെ ഉപയോഗിച്ചുകൊണ്ടൊരു എക്സ്ട്രാ വോട്ട് ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഇപ്പോൾ തോമസ് ഐസക്കിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ആൻ്റണിക്കെതിരെ ആൻറ്റി ഇൻകുംബൻസി ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആൻറ്റി ഇൻകുംബൻസിയുടെ നിഴലിൽ നിൽക്കുന്ന ആൻ്റണിക്കെതിരെ തോമസ് ഐസക് എന്ന് പറയുന്ന വളരെ ഒരുപക്ഷെ പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവ് എന്ന് പറയാമെങ്കിൽ പോലും പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രഷ് കാൻഡിഡേറ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള സാന്നിധ്യം സ്വാഭാവികമായിട്ടും പത്തനംതിട്ടയ്ക്ക് ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ. പത്തനംതിട്ട വേറൊരു തരത്തിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു മണ്ഡലമാണ്. ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു, പ്രത്യേകിച്ച് യൂറോപ്പിലും അതുപോലെ തന്നെ അമേരിക്കയിലും ഒക്കെ പ്രവാസികളുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പല കാര്യങ്ങളും ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ നിലയിൽ വേണമെങ്കിൽ ഐസക്കിനെ പരീക്ഷിക്കാൻ പത്തനംതിട്ട തയ്യാറായേക്കും എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഡോക്ടർ TM തോമസ് ഐസക്കിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ഏതായാലും ഞാൻ കരുതുന്നത്, ഞാൻ ഇന്നലെയും പറഞ്ഞു, ഒരുപക്ഷെ ആ ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടി ചിലപ്പോൾ ആ മണ്ഡലം നിൽക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഒരു എന്താ പറയുക, ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരു പുതിയ ആൾ ആ മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കണം എന്നുള്ള തോന്നൽ ആ മണ്ഡലത്തിനുണ്ടാകണം. അതുകൊണ്ടായിരിക്കണം ഈ പറയുന്ന 10% ഡ്രോപ്പ് ഉണ്ടായിരിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു കേസ് സ്റ്റഡി തന്നെയായിരിക്കും. പത്തനംതിട്ട എന്തുകൊണ്ട് 10%-ലധികം വോട്ട് ചെയ്യാതെ പോയി എന്നുള്ളത്. അതെനിക്ക് തോന്നുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് ഓരോ ബൂത്തിലെയും ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും ആകെ ലോക്സഭാ മണ്ഡലത്തിലെയും വോട്ടെടുത്ത് എവിടെ നിന്നൊക്കെയാണ് ആ കുറവ് വന്നിട്ടുള്ളത്, ആ കുറവ് എങ്ങനെയാണ് ഓരോ സ്ഥാനാർത്ഥികളെയും ബാധിച്ചിട്ടുള്ളത് എന്ന് വിലയിരുത്തുന്നത് ഗുണകരമായിരിക്കുമെന്നാണ് തോന്നുന്നത്. അതിനോട് ഒരു കാര്യം അതിനകത്ത് അറിയാം. MT രമേശ് കഴിഞ്ഞ പ്രാവശ്യം 15.95% നിന്നും 28.97% സുരേന്ദ്രൻ വോട്ട് കൂട്ടിയ സമയത്ത് ശബരിമല ഇമ്പാക്റ്റ് ഭയങ്കരമായിരുന്നു. ആ ശബരിമല ഇമ്പാക്റ്റിൽ ഉണ്ടാക്കിയ വോട്ട് പ്രാവശ്യം എവിടേക്ക് പോകും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യം വീണ ജോർജ് സഭയുടെ ഒരു നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. ആ വീണ ജോർജ് കിട്ടിയപ്പോൾ സഭ കൊടുത്ത വോട്ട്, അല്ലെങ്കിൽ സഭയുടെ ഭാഗത്തു നിന്ന് കിട്ടിയ വോട്ട് ഇപ്രാവശ്യം തോമസ് ഐസക് ആകുമ്പോൾ കിട്ടുമോ എന്നുള്ള കാര്യവും ഒരു വലിയ ഘടകമാണ്. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളും ഈ പറഞ്ഞ, അതിൻ്റെ കൂടാതെ ഇപ്രാവശ്യം പറഞ്ഞ 10% ഡിപ്പും വരുന്നുണ്ട്. ഈ 3 ഘടകങ്ങളും നോക്കിയിട്ട് വേണം പത്തനംതിട്ടയെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കെ സുരേന്ദ്രൻ ശബരിമല ഇമ്പാക്റ്റിൽ നിർത്തിയ ഈ പറഞ്ഞ 13% ഹൈക്ക് ഇപ്രാവശ്യം നമ്മുടെ അനിൽ ആൻ്റണിക്ക് നിർത്താൻ പറ്റിയാൽ മാത്രമാണ് എനിക്ക് അത്രയും തോന്നില്ല. അനിൽ ആൻ്റണിക്ക് കാരണം ശബരിമല ഇമ്പാക്റ്റിൽ നിർത്താൻ പറ്റിയ അത്ര വോട്ട് എവിടെ നിന്ന് വരണം? ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നോ വരണം, അല്ലെങ്കിൽ പറഞ്ഞ അത്ര വ്യത്യാസം ഉണ്ടാവും. ഈ ശബരിമല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന 13% ഡിഫറൻസ് ഇപ്രാവശ്യം നിർത്താൻ പറ്റുമോ എന്നുള്ളത് പ്രധാന ഘടകമാണ്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമൊരു കാര്യം ശ്രദ്ധിക്കൂ, ഫിലിപ്പോസ് തോമസ് ആയിരുന്നു 2014 LDFിന്റെ സ്ഥാനാർത്ഥി, 34% വോട്ട് നേടുന്നത്. രണ്ടാമത്തത് വീണ ജോർജ് ആയിരുന്നു LDFിന്റെ സ്ഥാനാർത്ഥി, 32. ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് അല്ലാതെ ഒരു കാൻഡിഡേറ്റ് പത്തനംതിട്ടയിൽ മത്സരിച്ചു, അനന്തഗോപൻ മത്സരിച്ചത് 2009 37% വോട്ട് നേടുന്നത്. എന്ന് പറഞ്ഞാൽ നോൺ ക്രിസ്ത്യൻ കാൻഡിഡേറ്റായ അനന്തഗോപൻ 37% വോട്ട് നേടിയിട്ടുണ്ടെങ്കിൽ, ക്രിസ്ത്യൻ പ്രത്യേകിച്ച് സമുദായത്തിൻ്റെ കൂടി പിന്തുണയുള്ള വീണ ജോർജിന് ശബരിമലയുടെ ഇമ്പാക്റ്റിൻ്റെ ഘട്ടത്തിൽ 32% പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബേസ് ആയിട്ട് എടുക്കേണ്ടി വരും. CPMന്റെ ബേസ് വോട്ട് 37-നും 32-നും ഇടയിലാണ്. അല്ല, ആ സമയത്ത് ആന്റണിയുടെ വോട്ട് ഷെയർ 51%. ആ സമയത്താണ് പിടിക്കുന്നത്. ആ സമയത്ത് പക്ഷേ അവിടെ ലോ എന്താണ്? അവിടെ BJP 7% ഉള്ളൂ എന്നുള്ളതാണ്. ആ BJPയുടെ വളർച്ചയാണ് UDFന്റെയും LDFന്റെയും പക്ഷേ എഫക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന BJPന്റെ വളർച്ച അവിടെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അതായത് ഈ ബി രാധാകൃഷ്ണ മേനോൻ വരുന്നത് 7.5%, അത് കഴിഞ്ഞ് MT രമേശ് ആയപ്പോൾ അത് 15.95%, അത് കെ സുരേന്ദ്രൻ 22.97%. 28.97 എന്ന് പറയുന്നത് BJPയുടെ വോട്ടായി കണക്കാക്കി കൂടല്ലോ. അന്ന് ശബരിമല ശബരിമലയിൽ ഉണ്ടാക്കിയ വോട്ട് നിലനിർത്താൻ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റും. ഒരു കാര്യം പറഞ്ഞോട്ടെ സർ, ഒറ്റ